ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. ഇത് ഇന്നെന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 1 എടുത്ത വീഡിയോ ആണ്. ഈ കാണുന്ന മുതലിനെ കൈ കിട്ടിയിട്ട് 7 വർഷമായിട്ടോ. അവളുടെ 7th ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയ രീതിക്ക് നമ്മൾ ഈ ബർത്ത്ഡേ ഒന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ രീതിക്ക് ഈ കാണുന്ന 4-5 ആൾക്കാർ മാത്രമുള്ളൊരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്ര സന്തോഷത്തിൽ ചോക്ലേറ്റ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോക്ലേറ്റ് എടുക്കുന്ന കൂട്ടത്തിൽ അവൾക്കും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഓരോ ചോക്ലേറ്റ് കഴിച്ച് തുടങ്ങി. പിന്നെ ഇതാ ഗിഫ്റ്റ് പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റാണ്. ഒരു 3D പെൻ. കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു 3D പെൻ വേണമെന്ന്. എന്നാൽ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള 3D പെൻ എന്നെ സർപ്രൈസായി കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുത്തതാണ്. കേക്ക് വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഒരു ഗിഫ്റ്റ് ആദ്യം തന്നെ പൊളിച്ചടക്കിയത്. അപ്പോഴേക്കും നമ്മളെ കേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് വലുതായ പിന്നെ കേക്ക് എങ്ങനെ വേണമെന്നുള്ളത് അവൾ തന്നെയാണ് കേട്ടോ പറയാറ്. അപ്പോൾ ഈ K-pop Demon Hunters തീമിലുള്ള കേക്ക് വേണം, പിങ്ക് കളർ കേക്ക് വേണം എന്നൊക്കെ ആൾ തന്നെ പറഞ്ഞതനുസരിച്ചിട്ട് അങ്ങനെ കൊടുത്ത ഒരു തീമിലാണ് കേക്ക് ഉണ്ടാക്കി വന്നിട്ടുള്ളത്. പിന്നെ ഒരു പോപ്പർ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം സ്പ്രെഡാവും, കേക്ക് കഴിക്കാൻ പറ്റില്ലേ എന്നുള്ള ഡൗട്ടുള്ളതുകൊണ്ട് നമ്മളതിനെ സേഫായിട്ട് അടച്ച് വെക്കാൻ തീരുമാനിച്ചാണ് കേട്ടോ. കേക്കൊക്കെ സേഫാക്കി വെച്ചിട്ട് പാർട്ടി പേപ്പർ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ അത് പൊട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. ആവശ്യ സമയത്ത് അത് പൊട്ടി കിട്ടാറേ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ വട്ടം വാങ്ങി വെച്ചിട്ട് ഞങ്ങളത് പൊട്ടിക്കാൻ മറന്നതായിരുന്നു. അപ്പോൾ ഈ വർഷമെങ്കിലും അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചെടുത്ത് പൊട്ടിച്ചതാണ്. ലാസ്റ്റ് ചേട്ടനാണ് കേട്ടോ അത് പൊട്ടിച്ചത്. വെയിറ്റ് ചെയ്ത് കേക്ക് വന്ന് അതാണെങ്കിൽ കട്ട് ചെയ്യാനും സമ്മതിക്കണില്ലല്ലോ എന്നുള്ള ലെവലിലാണ് കേട്ടോ ഇവമോളോടെ നിൽക്കുന്നുണ്ടായിരുന്നത്. ആൾക്കാണെങ്കിൽ അത് കട്ട് ചെയ്യാൻ തിരക്കായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഗിഫ്റ്റും കൂടി പൊളിച്ചടക്കുക. അതിന് വേണ്ടിയിട്ടാണ്. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗിഫ്റ്റ് കിട്ടുക, അത് ആ ഗിഫ്റ്റ് ബോക്സിൽ പൊതിഞ്ഞങ്ങനെ കിട്ടണം, എന്നാലേ ആൾക്ക് സന്തോഷമാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ ചെറിയ സാധനങ്ങളും ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഗിഫ്റ്റ് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ അവൾക്ക് കൊടുക്കാറ്. അതാണ് അവളുടെ മനസ്സിലെ ബർത്ത്ഡേ. കുറച്ചധികം ഗിഫ്റ്റ്, ഒരു കേക്ക്, പിന്നെ ഇതുപോലെ കാണാൻ മാത്രം ബലൂണൊക്കെ വെച്ചിട്ട് ഒരു ഡെക്കറേഷനും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ബർത്ത്ഡേക്കും ഇതുപോലെ ബലൂണൊക്കെ വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ബർത്ത്ഡേ ആഘോഷിക്കാറ്. അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിലും നമ്മളാൽ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെ വകയും ഓരോ പീസ് കേക്ക് വായിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതൊരു ആചാരമാണല്ലോ. അതിന് ബർത്ത്ഡേ കുട്ടീനെ നമുക്കിവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൾ ആദ്യം തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എടുത്ത് കൈ പിടിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനിടയിൽ കൂടെ നമ്മളിത് കൊടുക്കുന്നത് ഒരു ഡിസ്റ്റർബൻസ് പോലെയാണ് ആൾ നിന്നിരുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കേക്കൊക്കെ കഴിച്ചപ്പോഴേക്കും ഇവിടെ ഗിഫ്റ്റ് അൺബോക്സിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇത് വല്യച്ഛൻ്റെ വക കൊടുത്തൊരു ഗിഫ്റ്റാണ്. സ്മാർട്ട് വാച്ച് ആയിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ വാങ്ങിച്ചു കൊടുത്തൊരു ക്യാമറയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവമോൾക്ക് നല്ല സർപ്രൈസിങ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ആൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഐറ്റേ അല്ല. ആൾ ഒരിക്കൽ പോലും നമ്മുടെ അടുത്ത് ഈ സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവക്കുട്ടിയുടെ ഗിഫ്റ്റ് അൺബോക്സിങ് അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.